ഹലോ ഹായ് ഗായ്സ്. ഇന്ന് നമുക്കൊരു 8ൻ്റെ പണി കിട്ടി. ഒരു ചുരിദാറാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ അത് പറയാമല്ലോ. നമുക്കൊരു 16 പാനലിൻ്റെ ഒരു ചുരിദാറായിരുന്നു നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഞാൻ ഏത് പാനൽ കട്ട് ചുരിദാർ വന്നാലും ഞാൻ ആദ്യം തന്നെ വേസ്റ്റ് പീസിനകത്ത് അളവെടുത്താണ് കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ ഇതും കട്ട് ചെയ്തെടുത്തത് കേട്ടോ. ആദ്യം തന്നെ വേസ്റ്റ് പീസിനകത്ത് അളവൊക്കെ എടുത്ത് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ നല്ല തുണി മടക്കിയിട്ട് അതിനകത്ത് കട്ട് ചെയ്തെടുക്കും. അങ്ങനെ ഞാൻ കട്ട് ചെയ്തെല്ലാം തയ്ച്ചതിന് ശേഷം കസ്റ്റമർ വന്നിട്ട് നോക്കിയാൽ പാനലിന് ഇച്ചിരി വീതി കൂടിപ്പോയി. അപ്പം ഇച്ചിരി വീതി എന്ന് വെച്ചാൽ പക്ഷേ നല്ല ഫ്ലെയറായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു അത്രയും ഫ്ലെയർ വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു എങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്കിത് അഴിച്ച് ഒന്നുകൂടെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു എനിക്ക് അഴിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ പിന്നെ അത് മൊത്തവും ഇരുന്ന് അഴിച്ചിട്ടോ. അത് മൊത്തം ഇരുന്ന് അഴിച്ചിട്ട് ഈ പാനലിൻ്റെ എല്ലാം ഒരു 1/4 ഇഞ്ചോളം ഞാൻ പിന്നെ വീതി കുറച്ച് നമ്മൾ ആ ഒരു അളവിൽ കയറ്റി തയ്ച്ചതിന് ശേഷം പിന്നെ ഞാൻ ലോക്കിട്ട് ക്ലിയർ ചെയ്തെടുത്തതാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഈ താഴെ മടക്കി തയ്ക്കുന്നതുണ്ടല്ലോ, മടക്കിലല്ല ക്യാൻവാസ് വെച്ച് തയ്ക്കുന്നതായിരുന്നു. കസ്റ്റമർ പറഞ്ഞായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് ക്യാൻവാസ് വെച്ച് തയ്ക്കാൻ. പക്ഷേ എന്ത് ചെയ്യാൻ, നമ്മൾ ആ ചെയ്തതും പിന്നെ നമ്മളത് അഴിക്കേണ്ടത്. ഇത് മൊത്തത്തിലൊരു അഴിച്ചു പണിഞ്ഞൊരു ചുരിദാറാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലുള്ള അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. മനുഷ്യനല്ലേ, അബദ്ധം പറ്റാതിരിക്കും അല്ലേ. അങ്ങനെ എന്തായാലും നമ്മളത് കട്ട് ചെയ്തെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടോ. പിന്നെ അതിൻ്റെ ഫൈനൽ ലുക്കാണിത്. ഞാൻ ലാസ്റ്റിൽ അഴിച്ച് പണിഞ്ഞതിന് ശേഷമുള്ള ഒരു ഫൈനൽ ലുക്കാണിത് കേട്ടോ. പിന്നെ അത് ഇട്ട് നോക്കി കസ്റ്റമർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഇതിൻ്റെ താഴ്ഭാഗത്ത് ഞാനത് അഴിച്ച് കളഞ്ഞതിന് ശേഷം പിന്നെ ചെറുതായിട്ട് നമ്മുടെ ചെറിയ മടക്കി തയ്ക്കുന്ന ആ പ്രഷർ ഫൂട്ട് പിന്നെ ചെറുതായിട്ട് ഞാൻ മടക്കി തയ്ച്ചെടുത്തു കേട്ടോ. പിന്നെ ആ നെറ്റിന് 4 സൈഡിലും നമ്മൾ ആ ഒരു ലേസ് വെച്ചെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പം എൻ്റെ യോക്ക് പോർഷനിൽ സെപ്പറേറ്റ് മെറ്റീരിയൽ കസ്റ്റമർ തന്നെ വാങ്ങിക്കൊണ്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിനൊക്കെ നല്ല കളറായിരുന്നു നേരിട്ട് കാണാൻ. അപ്പോൾ ഇതുപോലുള്ള അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.